കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 671. സൂറത്തു മറിയം ആയത്തുകൾ 29 മുതൽ 50 വരെ. പേജ് നമ്പർ 1061. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅശാറത് ഇലൈഹി قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما اعتزلهم وما يعبدون من دون الله
وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 672, സൂറത്തു മറിയം ആയത്ത് 29, പേജ് നമ്പർ 1061. ഫഅശാറത്ത് ഇലൈഹി, അപ്പോൾ മറിയം ആ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു, അതിനോട് ചോദിക്കുക എന്നർത്ഥം. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ, അവർ പറഞ്ഞു, തൊട്ടിലിൽ ശിശുവായി കഴിയുന്നവനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? ആയത്ത് 30. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, കുട്ടി പറഞ്ഞു, നിശ്ചയമായും ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, എനിക്കവൻ വേദം തന്നു, എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. പേജ് നമ്പർ 1062, ആയത്ത് 31. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കുകയും ചെയ്തിരിക്കുന്നു. വഔസ്വാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നമസ്കരിക്കുവാനും സകാത്ത് നൽകുവാനും എന്നോട് ബലമായി കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആയത്ത് 32. വബർറം ബിവാലിദതി, എൻ്റെ മാതാവിന് നന്മ ചെയ്യുവാനും. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ, എന്നെ അവൻ കഠിനനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല. ആയത്ത് 33. വസ്സലാമു അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ജീവനോടെ രണ്ടാമതും എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് ശാന്തി ഉണ്ടായിരിക്കും. ഞാൻ മരിക്കുന്ന ദിവസം ശാന്തി എന്ന് ഖുർആൻ പറയുന്നത് ശ്രദ്ധേയമാണ്. ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ലല്ലോ. ഇനി ഭൂമിയിൽ അന്ത്യനാളിന് മുമ്പായി അദ്ദേഹം ഇറങ്ങി വരുമെന്നും ഭരണം നടത്തുമെന്നും പിന്നീട് മരണപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തെ ശാന്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കൂടുതൽ വിവരം സുഹ്റുഫ് 61 വരുന്നുണ്ട്. അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ആയത്ത് 34. മറിയം, അതാണ് മറിയമിൻ്റെ മകൻ ഈസ. ഉമ്മാൻ്റെ പേര് എടുത്തു പറഞ്ഞത് പിതാവില്ലാത്തത് കൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാമക്ക് ഉമ്മയും ബാപ്പയും ഇല്ലല്ലോ. അള്ളാഹു സർവശക്തനാകുന്നു. ഖൗലൽ ഹഖ്ഖിൽ ലദീ ഫീഹി യംതറൂൻ, അവർ സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള സത്യവാക്കാണ് അത്. അവിവാഹിതയായ ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആളുകൾ എന്തൊക്കെ പറയാനിടയാകും, അതൊക്കെ അവർ പറഞ്ഞു, തർക്കിച്ചു, സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ വസ്തുത ഒരു പിതാവില്ലാത്ത അവസ്ഥയിൽ ഈസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചു എന്നതാണ്. യഹൂദികൾ പറഞ്ഞതുപോലെ അദ്ദേഹം ജാരസന്താനമല്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ അദ്ദേഹം ദൈവപുത്രനുമല്ല, ദൈവദാസനത്രേ അദ്ദേഹം. ആയത്ത് 35. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു, ഒരു സന്താനത്തെ സ്വീകരിക്കൽ അള്ളാഹുവിനൊരിക്കലും ചേർന്നതല്ല, അവൻ എത്ര പരിശുദ്ധൻ. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അവൻ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് അതിനോട് പറയുക മാത്രം, അപ്പോൾ അത് ഉണ്ടായിത്തീരുന്നു. പേജ് നമ്പർ 1063. പറയേണ്ട താമസമേ ഉള്ളൂ, ക്ഷണം അത് നടപ്പിൽ വരും. ഇതനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാമയും സൃഷ്ടിക്കപ്പെട്ടു. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേക പദവിയാണെന്ന് എല്ലാ മുഅ്മിനും വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് പറയുന്നവനെ പോലെ വഴികെട്ടവൻ ആര്? മുഹൈദ്ദീൻ ഷേഖിന് അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. മുഹൈദ്ദീൻ മാല. ഈ മാല സത്യസമ്പൂർണമാണെന്ന് വാദിക്കുന്നവരെ പോലെ കടുത്ത ജാഹിലുകൾ ആരുണ്ട്? ആയത്ത് 36.
وَإِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ. നിശ്ചയമായും അള്ളാഹു എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമാകുന്നു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. മാത്രം എന്നതിന് ഇവിടെ വാക്കില്ല, എങ്കിലും അനേകം സ്ഥലങ്ങളിൽ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് വ്യക്തമാക്കാത്തയിടത്തും അത് ചേർത്ത് മനസ്സിലാക്കണമെന്നാണ് ഭാഷാ നിയമം. ഇവിടെ അത് മാത്രമല്ല, അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ് എന്ന് പറഞ്ഞുവല്ലോ. റബ്ബ് വേറെ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആരാധന അള്ളാഹുവിന് മാത്രം എന്നിവിടെ വ്യക്തമായി. ഹാദാ സിറാത്തും മുസ്തഖീം. ഇതാണ് ചൊവ്വായ മാർഗം. ഈ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ എന്നാണ് ഫാത്തിഹ സൂറത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഒരു ചരിത്ര സംഭവം ഓർക്കുന്നത് നന്നായിരിക്കും. പീഡനങ്ങളും അക്രമങ്ങളും സഹിക്കവയ്യാതായപ്പോൾ മക്കയിൽ നിന്ന് സ്വഹാബികളുടെ ഒരു സംഘം അബിസീനിയയിലേക്ക്, അതായത് ഹബ്ഷ, ഇന്നത്തെ എത്യോപ്യ, ഹിജറ പോവുകയുണ്ടായി. ക്രിസ്ത്യാനിയായ അവിടുത്തെ രാജാവിൻ്റെ സംരക്ഷണയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായി മക്കയിലെ ബഹുദൈവാരാധകരുടെ ഒരു നിവേദന സംഘം ശ്രമിച്ചു. അംറുബിനുൽ ആസും അബ്ദുല്ലാഹിബിനു റബീഅയുമായിരുന്നു മക്കക്കാരുടെ പ്രതിനിധികൾ. അവരുടെ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ജഅഫർ റളിയല്ലാഹു അൻഹു വ്യക്തമായ മറുപടി നൽകി. പല ആരോപണങ്ങളും അവരുന്നയിച്ചു നോക്കിയെങ്കിലും ഫലപ്പെട്ടില്ല. ക്രിസ്ത്യാനിയായ നജാഷി രാജാവിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ഒടുവിൽ ഇവർ നിങ്ങളുടെ യേശുവിനെ പറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു നോക്കൂ എന്നാവശ്യപ്പെട്ടു. ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമയെ ദൈവപുത്രനാക്കി ആരാധിക്കുന്നു, ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല കഠിനമായി എതിർക്കുകയും ചെയ്യുന്നു. ആ നിലക്ക് യഥാർത്ഥ നിലപാട് വ്യക്തമാക്കിയാൽ രാജാവ് തങ്ങളെ എന്തു ചെയ്യുമെന്ന ആശങ്കയും ഭയവുമുണ്ടായി. എന്തും വരട്ടെ, സത്യം വെളിപ്പെടുത്താമെന്ന ദൃഢനിശ്ചയത്തോടെ അവരുടെ നേതാവായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയം ഓതി കേൾപ്പിച്ചു. ഈ മനോഹരവും സത്യസമ്പൂർണവുമായ വിവരണം കേട്ട രാജാവും പരിവാരങ്ങളും പുരോഹിതന്മാരും വികാരാധീനരായി കണ്ണീർ പൊഴിച്ചു. ഇഞ്ചീലിലുള്ള വിവരണങ്ങൾ തന്നെയാണ് ഖുർആനും പ്രസ്താവിക്കുന്നത് എന്ന് അദ്ദേഹം ശരിവെച്ചു. എല്ലാ തന്ത്രങ്ങളും പാഴായിപ്പോയ നിവേദക സംഘം ഇളിഭ്യരായി മടങ്ങിപ്പോയി. സ്വഹാബികൾക്ക് നിർഭയരും സുരക്ഷിതരുമായി അവിടെ ജീവിക്കാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 673, സൂറത്തു മറിയം ആയത്ത് 37, പേജ് നമ്പർ 1063. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. എന്നിട്ടും അവർക്കിടയിൽ കക്ഷികൾ ഭിന്നിച്ചു. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നൊരു കക്ഷി, ഈസാ നബിയിൽ വിശ്വസിച്ചവർ ക്രിസ്ത്യാനികൾ മറ്റൊരു കക്ഷി, അദ്ദേഹത്തെ നിഷേധിച്ചവർ യഹൂദികളായി നിലകൊണ്ടു. ദൈവമായിരുന്ന യേശു ഭൂമിയിൽ വന്ന് ജീവിച്ചു മടങ്ങിപ്പോയി എന്ന് വാദിക്കുന്ന യാക്കോബിയൻ വിഭാഗം, ജേക്കബൈറ്റ്സ്, യേശു ദൈവപുത്രനാണെന്നും കുറച്ചുകാലം ദൈവം പുത്രനെ ഇങ്ങോട്ട് അയച്ചു പിന്നീട് മടക്കി വിളിച്ചു എന്ന് വാദമുള്ള നസ്തൂരിയ വിഭാഗം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ അടിയനായിരുന്നു യേശു എന്ന് വിശ്വസിക്കുന്ന കുസ്തന്തീൻ കക്ഷി, ഇങ്ങനെ വിവിധ വിഭാഗക്കാരുണ്ടായി. കാലക്രമേണ ക്രിസ്ത്യാനികളിൽ പല അവാന്തര വിഭാഗങ്ങളും ഉണ്ടായി. പേജ് നമ്പർ 1064. ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ മശ്ഹദി യൗമിൻ അദീം. അതിനാൽ നിഷേധികളായ കൂട്ടർക്ക് ഭയങ്കരമായൊരു ദിവസത്തിൻ്റെ സാന്നിധ്യത്താൽ മഹാനാശം. അവർക്ക് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ആ സമയം എത്തുന്നതോടുകൂടി അവർ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങും. ആയത്ത് 38. അസ്മിഅ ബിഹിം വഅബ്സിർ യൗമ യഅതൂനന. അവർ നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം അവർക്കെന്തൊരു കേൾവി, എന്തൊരു കാഴ്ച. പരലോകത്ത് അവരുടെ കണ്ണും ചെവിയും ശരിക്ക് തുറക്കുന്നതായിരിക്കും. ഇഹലോകത്ത് കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും അവർ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ അക്രമികൾ പ്രത്യക്ഷമായ വഴികേടിലാകുന്നു. മനഃപൂർവ്വം സത്യം നിഷേധിക്കുകയും അസത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുകയുമാണ് അവർ ചെയ്തത്. അതിനാൽ ആ വഴിയിലേക്ക് തന്നെ അവരെ തള്ളിവിട്ടു. പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ ത്രിയേകത്വം അംഗീകരിച്ചു. സെന്റ് പോൾ കെട്ടിയുണ്ടാക്കിയതാണ് യേശു ദൈവപുത്രനാണെന്നത്. സഭ കൂടി ജൽപ്പിച്ചുണ്ടാക്കിയതാണ് തൃത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവ മൂന്നും ഒന്നാണെന്നും ഒന്ന് മൂന്നാണെന്നുമാണ് വാദം.
പിതാവ് പുത്രനായും പുത്രൻ പിതാവായും ദൈവം മകനായും മകൻ ദൈവമായും, അങ്ങനെ ഒട്ടനവധി വൈരുദ്ധ്യങ്ങളുടെ സമ്മിശ്ര സമ്മേളനമത്രേ ക്രിസ്തീയ വിശ്വാസങ്ങൾ. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമയെ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്ക് ഉയർത്തുമ്പോൾ ജൂതന്മാർ അദ്ദേഹത്തെ വ്യഭിചാരപുത്രനായും ആഭിചാരിയായും തരം താഴ്ത്തുന്നു. ഇങ്ങനെ കാലാകാലങ്ങളായി ജൂത ക്രിസ്ത്യാനികളുടെ ഹൃദയങ്ങളിൽ അടിയുറച്ചു പോയ വഴിപിഴച്ച വിശ്വാസങ്ങൾ അനവധിയാണ്. സത്യമാർഗം കാണുവാനുള്ള കണ്ണും സത്യം കേൾക്കുവാനുള്ള കാതും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവരുടെ അന്ധതയും ബധിരതയും നീങ്ങിപ്പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. എല്ലാ സത്യവും അന്നവർ കാണും കേൾക്കും, പക്ഷേ ഒരു ഫലവും ഉണ്ടാകില്ല. കടുത്ത ഖേദവും കഠിന ശിക്ഷയുമാണ് അവരുടെ ഉണ്ടാവുക. ആയത്ത് 39. വഅൻദിർഹും യൗമൽ ഹസ്റത്തി, ഖേദത്തിൻ്റെ ദിവസത്തെപ്പറ്റി അവർക്ക് താക്കീത് നൽകുക. ഇത് ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം. വഹും ഫി ഗഫ്ലത്തിൻ, അവർ അശ്രദ്ധയിലാകുന്നു. വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. കുറ്റം ചെയ്തു പോയതിനെ സംബന്ധിച്ചും പുണ്യം ഉപേക്ഷിച്ചതിനെ സംബന്ധിച്ചും മനുഷ്യൻ ഖേദിച്ചുകൊണ്ട് കൈകടിക്കും, രണ്ട് കൈയും കടിക്കുമെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഫുർഖാൻ 27. അള്ളാഹു തീരുമാനം നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഇതിനെപ്പറ്റി താക്കീത് ചെയ്യണമെന്നാണ് ഇവിടെ കൽപ്പിക്കുന്നത്. ആയത്ത് 40. ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹാ, നിശ്ചയമായും നാം തന്നെയാണ് ഈ ഭൂമിക്കും അതിലുള്ളവർക്കും അനന്തരാവകാശിയായിത്തീരുക. വ ഇലൈനാ യുർജഊൻ, നമ്മുടെ അടുക്കലേക്കാണ് അവർ മടക്കപ്പെടുന്നതും. ആയത്ത് 41. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ, ഈ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. ഇറാഖിൻ്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്ക് കിഴക്ക് യൂഫ്രട്ടീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നാസുരിയ പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഊർ എന്ന സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചത്. അദ്ദേഹം താമസിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന വീടിൻ്റെയും നമ്രൂദിൻ്റെ കൊട്ടാരത്തിൻ്റെയും അവശിഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ട നിലയിൽ സന്ദർശകർക്ക് കാണാം. ആയത്ത് 42. ഇത് ഖാലലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, പ്രിയ പിതാവേ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരികയുമില്ലാത്ത വസ്തുവിനെ ആരാധിക്കുന്നതെന്ന്. പിതാവ് ആസർ ബിംബങ്ങൾ ഉണ്ടാക്കുന്നവനും അവയെ ആരാധിക്കുന്നവനുമായിരുന്നു. വിഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരുണ്ടാക്കുന്നതാണ് വിഗ്രഹം, അതിനെ അവൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അതിനോട് രക്ഷ തേടുന്നു. എന്തൊരു വിഡ്ഢിത്തമാണിത്! മനുഷ്യൻ്റെ ബുദ്ധി ഇത് പൊരുത്തപ്പെട്ടതെങ്ങനെ! മഹാദ്ഭുതം തന്നെ. ആയത്ത് 43. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, എൻ്റെ പ്രിയ പിതാവേ, നിശ്ചയമായും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത അറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഫത്തബിഅനി, അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റുക. അഹ്ദിക സിറാത്തൻ സവിയ, താങ്കൾക്ക് ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം. ആയത്ത് 44. യാ അബതി ലാ തഅബുദി ശൈത്വാൻ, എൻ്റെ പ്രിയ പിതാവേ, പിശാചിനെ താങ്കൾ ആരാധിക്കരുത്. ഇവിടെ ലോകത്താരും പിശാചിനെ ആരാധിക്കുന്നില്ലെന്ന് ചിലർ ജൽപ്പിക്കുകയും അതിനാൽ ആ അർത്ഥം ശരിയല്ലെന്ന് വാദിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും മാരണം ചെയ്യുന്നവരുമെല്ലാം പിശാചിനെ ആരാധിക്കുന്നു. ഈ ലോകത്ത് ധാരാളം അമ്പലങ്ങൾ പിശാചിനെ ആരാധിക്കുവാനായി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായി പരന്നു കിടക്കുന്ന ഈ യാഥാർത്ഥ്യം എന്തിനാണ് ഇവർ കളവ് പറഞ്ഞ് മറച്ചു പിടിക്കുന്നത്? പേജ് നമ്പർ 1066. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസ്വിയ, നിശ്ചയമായും പിശാച് മഹാകാരുണികനെ ധിക്കരിക്കുന്നവനായിരിക്കുന്നു. ആയത്ത് 45. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി, എൻ്റെ പ്രിയ പിതാവേ, നിശ്ചയമായും മഹാകാരുണികനിൽ നിന്നുള്ള ശിക്ഷ താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫതകൂന ലിശ്ശൈത്വാനി വലിയ, അങ്ങനെ താങ്കൾ പിശാചിൻ്റെ മിത്രമായി തീരുകയും ചെയ്യും. ആയത്ത് 46. ഖാല അറാഗിബൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിമേ, എൻ്റെ ദൈവങ്ങളെ നീ നിരാകരിക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക്, നീ വിരമിക്കാത്ത പക്ഷം ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, നീ എന്നിൽ നിന്ന് കുറേക്കാലം അകന്നു പോകുക. ആയത്ത് 47. ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, ഇബ്രാഹിം പറഞ്ഞു, താങ്കൾക്ക് സലാം, എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് പാപമോചനം നൽകാൻ
ഞാൻ പ്രാർത്ഥിക്കാം. പിതാവിനോടുള്ള അതിരറ്റ ആദരവും സ്നേഹവുമാണ് ഇങ്ങനെ വാഗ്ദാനം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പ്രേരിപ്പിച്ചത്. അത് പാലിക്കുകയും ചെയ്തു. പക്ഷേ പിതാവ് പിശാചിൻ്റെ മിത്രമായി തുടരുന്നു എന്ന് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് പിന്മാറി. തൗബ 114 നോക്കുക. ബഹുദൈവാരാധകർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കരുതെന്ന് ഖുർആൻ വിലക്കുകയും ചെയ്തു. തൗബ 113. ഇന്നഹു കാന ബി ഹഫിയ, നിശ്ചയമായും അവൻ എന്നോട് ദയാലുവാകുന്നു. ആയത്ത് 48. വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങളെയും അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവരെയും ഞാൻ വെടിയുന്നു. വഅദ്ഉ റബ്ബി, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ നിർഭാഗ്യവാനാകാതിരുന്നേക്കാം. പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഫലവും കിട്ടാത്തവനായിത്തീരുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയം നിറവേറിയില്ലെന്ന് വന്നാലും പ്രാർത്ഥന വെറുതെയാകുകയില്ല. പ്രാർത്ഥന ആരാധനയായതുകൊണ്ട് പരലോകത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ആഗ്രഹം നിറവേറാത്ത അവസ്ഥയിൽ പ്രതിഫലം കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് ആശിക്കാം. അള്ളാഹു മഹാ ഔദാര്യവാനും ലോഭം കൂടാതെ ദാനം ചെയ്യുന്നവനുമാകുന്നു. പേജ് നമ്പർ 1067, ആയത്ത് 49. ഫലമ്മാ ഇഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവരെയും അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവരെയും അദ്ദേഹം വെടിഞ്ഞപ്പോൾ. 48-ാം ആയത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് 49-ാം ആയത്തിൽ ആരാധിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാർത്ഥനയാണ് ആരാധന എന്ന് ഈ ആയത്തുകളും ചൂണ്ടിക്കാണിക്കുന്നു. മുൻ വചനങ്ങളെ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെയും എന്നാണുള്ളത്. ഇവിടെ അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവരെ എന്നും പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞു? പ്രാർത്ഥന മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങളിലും ആകാം. വീട്ടിലും അങ്ങാടിയിലും യാത്രയിലും ക്രയവിക്രയങ്ങളിലുമെല്ലാം പ്രാർത്ഥന ഉണ്ടാകും. എന്നാൽ ആരാധനയ്ക്ക് ഒരു ഇലാഹിൻ്റെ സങ്കല്പമോ രൂപമോ ചിത്രമോ എടുപ്പോ ശവകുടീരമോ ഇങ്ങനെ വ്യത്യസ്ത രൂപഭേദങ്ങളിൽ ഇലാഹിനെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന പൂജ, മന്ത്രം, കീർത്തനം, പുഷ്പാർച്ചന, ഓതൽ തുടങ്ങിയവയോടെ അത് നടത്തണം. വീട്ടിൽ ഉറക്കമുണർന്നവർ കൃഷ്ണ, യേശുവേ, യാ ഷെയ്ഖ് എന്ന് വിളിക്കും. പക്ഷേ ആരാധനയ്ക്ക് അവർ ക്ഷേത്രം, ചർച്ച്, ജാറം തുടങ്ങിയവയിലേക്ക് പോകും. വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്, ഇബ്രാഹിമിന് നാം ഇസ്ഹാഖിനെയും യാഖൂബിനെയും ദാനം ചെയ്തു. വകുല്ലൻ ജഅൽനാ നബിയ്യാ, എല്ലാവരെയും നാം നബിമാരാക്കുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വദേശമായി ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോയി. കൻആൻ പ്രദേശത്ത് താമസമായി. കൂടെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. പിന്നീട് മക്കളും പേരമക്കളുമായി ആ കുടുംബം വികസിച്ചു. ആയത്ത് 50. വഹബ്നാ ലഹും മിർ റഹ്മതിനാ, നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് അവർക്ക് നാം ദാനം ചെയ്തു. വജഅൽനാ ലഹും ലിസാന സുദ്ഖിൻ അലിയ, അവർക്ക് ഉന്നതമായ സൽകീർത്തി നാം ഉണ്ടാക്കുകയും ചെയ്തു. ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഒരുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും സന്തതികളെയും ആദരിക്കുന്നു.